ഇൻ്റർനെറ്റ് ലോകത്തിലെ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. ഇന്ന് ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഒരു ദിവസം പോലും ചിന്തിക്കാനായിട്ട് കഴിയില്ല. അത് കമ്പ്യൂട്ടറിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും ടെലിവിഷനിലാണെങ്കിലും മൊബൈൽ ഫോണിലാണെങ്കിലും ഇൻ്റർനെറ്റാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു കാലഘട്ടം ലോകത്തിലുണ്ടായിരുന്നു. നമ്മൾ താഴെ കാണുന്ന ഒരു പോസ്റ്റർ അപ്രകാരമുള്ള ഒരു സംഭവത്തിനെ തെളിയിക്കുന്ന ഒരു വിഷയമാണ്. അതായത് അന്നത്തെ സമയത്ത് നമുക്ക് സുഹൃത്തുക്കൾ വളരെയധികം പ്രാധാന്യമുള്ള വ്യക്തികളായിരുന്നു. കാരണം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. സുഹൃത്തുക്കളെ കാണുന്നതിന് വലിയൊരു ഉന്മേഷമാണ്, പ്രചോദനമാണ്. നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് സുഹൃത്തുക്കളുടെ അടുത്ത് പോയിട്ടായിരുന്നു. ആ സമയത്ത് ഫോണുകളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇൻ്റർനെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് വ്യക്തികളെ കണ്ടിട്ട് കാര്യങ്ങൾ പറയണമായിരുന്നു. വേറൊരു ഉപാധിയില്ല. അതുകൊണ്ട് ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും ഒക്കെ വളരെയധികം വിലയുണ്ടായിരുന്നു. എന്നാൽ ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം സ്മാർട്ട് ഫോണുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ വന്നു. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന ഒരു പോസ്റ്റർ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പോസ്റ്റർ പോലെയാണ്. അച്ഛനും ഭാര്യയും 2 മക്കളും ഫോണിൽ നോക്കിയിരിക്കുന്നു. അവിടെ ചിരിയില്ല, സ്നേഹമില്ല, സംസാരമില്ല, കരുതലില്ല, ഓർമ്മകളില്ല, പിന്തുണയില്ല, മറ്റ് തരത്തിലുള്ള ഗെയിമുകളൊന്നുമില്ല. കാരണം എപ്പോൾ നോക്കിയാലും എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും 24 മണിക്കൂറും മൊബൈലിനകത്ത് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മൊബൈലാണ് അവരുടെ എല്ലാം. ഒരാളോട് സംസാരിച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാവരും മൊബൈലാണ് നോക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ എന്താണ് നടക്കുന്നത്, അവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ എന്താണ് നടക്കുന്നത്, നമ്മുടെ കൂട്ടുകാരുടെ എന്താണ് നടക്കുന്നത്, അവരയച്ചിരിക്കുന്ന മെസ്സേജ് എന്താണ്, ഇവരയച്ചിരിക്കുന്ന മെസ്സേജ് എന്താണ്, മറ്റുള്ളവരുടെ പ്രണയബന്ധം എവിടം വരെയായി, മറ്റൊരാളുടെ കുടുംബജീവിതം പൊളിഞ്ഞു പോയോ, പുതുതായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമ ഏതാണ്, ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ ഇത് 24 മണിക്കൂറും ഇങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കത്തക്ക നിലയിൽ അതിൻ്റെ വശീകരണ വലയം വളരെ വലുതാണ്. പ്രത്യേകിച്ചും ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും ഒക്കെ വശീകരണ വലയം വളരെ വലുതാണ്. കാര്യം ശരി, അത് ഒരുപാട് പ്രയോജനമുള്ള കാര്യമാണെങ്കിലും നമ്മുടെ ഒരുപാട് ബന്ധങ്ങൾ അത് മുറിച്ചിട്ടുള്ള ഒരു ഘടകമാണ്. മൂല്യമില്ലാത്ത ജീവിതമാണ് അത് നമുക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഇന്നത്തെ കാലത്തും ചില വീടുകളിൽ മൊബൈൽ ഫോൺ രാത്രിയാമങ്ങളിലൊന്നും ഉപയോഗിക്കാറില്ല. അതായത് മാതാപിതാക്കളും മക്കളും രാത്രിയാമങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. ചില ആളുകൾക്ക് ഇപ്പോഴും നല്ല സ്മാർട്ട് ഫോൺ ഉണ്ടായിട്ടും എപ്പോഴും സ്മാർട്ട് ഫോണിൽ നോക്കുന്നത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്. അത് പക്ഷേ വളരെ വിരളമാണെന്ന് മാത്രം. അപ്പോൾ അത്രമാത്രം ഇൻ്റർനെറ്റ് നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് നല്ല സ്വാധീനമല്ല, തെറ്റായിട്ടുള്ള സ്വാധീനമാണ്. മാനുഷിക ബന്ധങ്ങൾ കുറഞ്ഞുപോയി.